തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് NDAയുടെ സ്ഥാനാർത്ഥിയായ കരമന അജിത്താണ്. സർ, ഈ തവണ മത്സരിക്കുന്നത് സ്വന്തം സ്ഥലമായ കരമനയിൽ തന്നെയാണ്. എന്താണ് തോന്നുന്നത് ഈ ഒരു പ്രചരണത്തിൻ്റെ ഈ ഘട്ടത്തിൽ? സ്വന്തമായ സ്ഥലത്ത് മത്സരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഞാൻ 2005 ആദ്യമായിട്ട് കരമനയിൽ മത്സരിച്ചത്. ഏകദേശം 2005 ആകുമ്പം 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ മത്സരിച്ചിട്ടുണ്ട്. അന്ന് പരാജയപ്പെട്ടു, 110 വോട്ടിന് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് 2015 ഞാൻ മത്സരിച്ചു. 2015 1128 വോട്ടിന് ഞാൻ ഇവിടുന്ന് BJP എന്നുള്ള നിലയിൽ ഞാൻ NDAയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വിജയിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്ന് ശക്തമായ കാൻഡിഡേറ്റ് ആയിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഒന്ന് മേയർ സ്ഥാനാർത്ഥിയായ DYFയുടെ സംസ്ഥാന സെക്രട്ടറി കരമന ഹരി, അതുപോലെ തന്നെ കരമന മാഹീൻ, 10 വർഷം കൗൺസിലർ എന്ന VG ലത, അങ്ങനെയുള്ള കാൻഡിഡേറ്റുമായിട്ടാണ് ഞാൻ മത്സരിച്ചത്. പക്ഷേ അവിടെ നിന്നാണ് ഞാൻ 1198 വോട്ടിന് ഞാൻ വിജയിച്ചത്. തീർച്ചയായിട്ടും ശുഭാപ്തി വിശ്വാസമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം കരമന വാളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മുന്നിലുള്ള കടമ്പകൾ എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? കടമ്പ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വിജയ സാധ്യതയെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ BJPയുടെ ഒരു ജയസാധ്യത എങ്ങനെ കാണുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ? തീർച്ചയായിട്ടും നമുക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 43 വർഷം CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനമാണ് ഭരണസമിതിയിലുള്ളത്. ആ ഭരണസമിതിയുടെ പിടിപ്പുകേട്, വികസന മുരടിപ്പ്, അതുപോലെ തന്നെ സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ നമ്മുടെ ഈ നാടിനെ ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യാത്ത ഒരവസ്ഥയുണ്ട്. അഴിമതിയാണെങ്കിൽ ഏകദേശം 40 അഴിമതികളാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ട്. ഇതൊക്കെ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. ഈ വരുന്ന 10-20 ദിവസം ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാവും. ഒരു വികസനം നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിലെ നഗരവാസികൾ ആഗ്രഹിക്കുന്നു. അത് BJPയിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്നവർക്ക് അവർക്ക് വിശ്വാസമുണ്ട്. വികസിത ഭാരതം എന്നുള്ളതാണ് നമ്മുടെ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിത നയം. ആ വികസിത ഭാരതം എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി വികസിത കേരളം എന്ന ആപ്തവാക്യവുമായി മുന്നോട്ട് പോകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ഈ സാധാരണ പ്രവർത്തകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വികസിത അനന്തപുരിയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ അനന്തപുരം നമ്മുടെ തിരുവനന്തപുരം നഗരസഭ വികസിപ്പിക്കണം. സമസ്ത മേഖലകളിലും, അത് എല്ലാ മേഖലകളിലും വികസിപ്പിക്കണം. ഈ കഴിഞ്ഞ 43 വർഷത്തെ ഇവരുടെ ഭരണത്തിന് കീഴിലുള്ള ഈ വികസന മുരടിപ്പിന് ഒരു അന്ത്യം കാണുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, ഇനിയിപ്പം 2026 ഭരണം കയ്യിൽ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ പ്രിൻറ്റ് 45 ദിവസത്തിന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ബ്ലൂ പ്രിൻറ്റ് തരുന്നത്. അതുപോലെ എന്താണ് കരമനയ്ക്ക് ഒരു ബ്ലൂ പ്രിൻ്റ് ഒക്കെ കയ്യിലുണ്ട്? കരമനയ്ക്കാണോ തിരുവനന്തപുരം നഗരസഭയ്ക്കാണോ? തിരുവനന്തപുരത്ത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കീറാമുട്ടി നിൽക്കുന്നത് മാലിന്യ പ്രശ്നമാണ്. ഈ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതിന് മുൻഗണന കൊടുക്കുന്ന ഒരു സംവിധാനം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കാരണം നമ്മുടെ നരേന്ദ്രമോദി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മുടെ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രിയും ആ വിഷയത്തിൽ അതിനോട് ചേർന്ന് തന്നെയാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തീർച്ചയായിട്ടും കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു. പക്ഷേ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടായിട്ടില്ല. കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കൂടി നമുക്കറിയാമല്ലോ, കേവലം പന്നി ഫാമുകളെ ആശ്രയിച്ചാണ് ഇപ്പോൾ ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണം നടക്കുന്നത്. ഇത് ശാശ്വതമാണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുസ്ഥിരമായ വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. വരും തലമുറയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു സമഗ്രമായ വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അത് മാലിന്യ പ്രശ്നത്തിലായിരുന്നാലും കുടിവെള്ള പ്രശ്നം ഇന്നും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം ഒരു കിട്ടാക്കനിയാണ്. നമ്മുടെ ജലജീവൻ മിഷൻ വഴി അർബൻ ഏരിയകളിൽ അമൃത് പ്രോജക്റ്റ് വഴി നമ്മൾ കുടിവെള്ള കണക്ഷനുകൾ കൊടുക്കുന്നു. ഈ കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്ന ചില CPMൻ്റെ കൗൺസിലർമാർ കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നു. 5,000, 10,000, 10,000 രൂപ വരെ ഓരോ വീട്ടിലും കണക്ഷൻ കൊടുക്കുന്നതിന് കൈക്കൂലി വാങ്ങിക്കുന്ന സ്ഥിതി. ഇതിനൊരു അറുതി വരുത്തുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും അത് അക്ഷരാർത്ഥത്തിൽ
തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ഏകദേശം 1000 കോടി രൂപയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തത്. ആ കൊടുത്ത പണം എങ്ങനെയാണ് ചിലവഴിച്ചത് എന്ന് നഗരവാസികൾക്ക് എല്ലാവർക്കും അറിയാം. അത് ചിലവഴിക്കേണ്ട രീതിയിലല്ല അത് ചിലവഴിച്ചിരിക്കുന്നത്. ആ വികസന പ്രവർത്തനം നടത്തിയിരിക്കുന്നതും അത് ശാശ്വതമായ അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതാണല്ലോ അട്ടക്കുളങ്ങരയിലും അതുപോലെ തന്നെ തക്കാടുമൊക്കെ ഇടയ്ക്ക് ഡ്രെയിനേജും അതുപോലെ തന്നെ കുടിവെള്ള ലൈനുകളും പൊട്ടി ഇപ്പോൾ സ്മാർട്ട് റോഡുകൾ PW റോഡിനെക്കാട്ടും ഗതികേടായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതി ഇല്ലാത്തതിൻ്റെ കാരണമാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഭരണ സംവിധാനത്തോടു കൂടി മുന്നോട്ട് പോകും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും നമ്മൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അമൃത് പ്രോജക്റ്റ് അറിയാമല്ലോ, കഴിഞ്ഞ മഹാരാജാവിൻ്റെ കാലത്തുള്ള 35 വാർഡുകളിലാണ് ഇപ്പോഴും ഡ്രെയിനേജ് കണക്ഷൻ ഉള്ളത്. നമ്മൾ 100 വാർഡുകളിൽ ഡ്രെയിനേജ് കണക്ഷൻ ഉണ്ടാകേണ്ടതായിട്ട് ആവശ്യമുണ്ട്. മാരകമായ അസുഖങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ കാരണവും ഇത്തരം വിഷയങ്ങൾ തന്നെയാണ്. അത് ഡ്രെയിനേജ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക. അതെ, അറിയാമല്ലോ, അമൃത് പ്രോജക്റ്റിൽ 2 വരുന്നത് അതാണ്. വെള്ളക്കെട്ട് പരിഹാരം കാണുവാൻ വേണ്ടിയാണ് പണം അനുവദിച്ചത്. ഇവിടെ ഉള്ളൊരു മാനത്ത് മേഘം കറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തമ്പാനൂരും അതുപോലെ തന്നെ ഈസ്റ്റ് ബോട്ടിൻ്റെ സ്ഥിതി നമ്മൾ നേർക്കാഴ്ചയാണ്. ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക. ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ രാജീവ് ചേട്ടൻ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് മത്സരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാൻ വേണ്ടി 200 കോടി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് അനുവദിക്കപ്പെട്ടിട്ടും ഈ പണം എന്തുകൊണ്ട് ഒരു എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല? നഗരസഭയാണല്ലോ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെങ്കിൽ അത് 200 കോടി രൂപ, 200 കോടിയിൽ 150 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റും 50 കോടി രൂപ അതാത് അത് നമ്മുടെ കോർപ്പറേഷനുമാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് വിനിയോഗിക്കേണ്ടത്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് 200 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നഗരത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിലുള്ള വെള്ളക്കെട്ടിന് പരിഹാരം കാണുക, അതുപോലെ തന്നെ കിള്ളിയാറും അതുപോലെ തന്നെ കരമനയാറിലും ഭിത്തികൾ നിർമ്മിക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടില്ല. നോക്കണേ, 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒരു എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കാത്ത ഒരു ഭരണസമിതിയാണ്. ഈ ഭരണസമിതിയാണോ ഇനി തിരഞ്ഞെടുക്കേണ്ടത്? ഭാരതത്തിൽ മുഴുവൻ നഗരങ്ങളും വികസിക്കുമ്പോൾ കേന്ദ്രം തരുന്ന പണവും വാങ്ങി ഇവിടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നടത്തി അത് പലപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ അപാകതകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരിക്കുന്നു. ഇതെല്ലാത്തിനും ഒരു മാറ്റമുണ്ടാകണം. ഭാരതത്തെ സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൻ്റെ നേട്ടങ്ങൾ സംബന്ധിച്ച് കുതിച്ചു കയറുകയാണ്. ഇവിടെ കിതക്കുകയാണ്. ഈ കിതപ്പിനെ മാറ്റി കുതിച്ചു കയറ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ആദ്യത്തെ ചുമതല എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നീറുന്ന പ്രശ്നം, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയായിരിക്കും ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്.